Good morning all. Prayer. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Signing today. Good morning, ma'am. Good morning to all. We are delighted to welcome you as our class respected teacher. We hope to learn many good things from you. I hope you will enjoy the class. Have a good day. Thought of the day. Education is the most powerful weapon. We can use it to change the world. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. നെൽസൺ മണ്ടേല. താങ്ക് യു. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. അവധി ആയതുകൊണ്ടാണോ സ്ട്രെങ്ത് തീരെ കുറവ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു മോർ ദാൻ 50 ഒക്കെ കയറുന്നതാണ് അല്ലേ നിങ്ങളുടെ ബാച്ച്? യെസ് മാം. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവധിയാണോ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടേ. ഓക്കെ, പ്രെയർ എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു മാം. നമുക്ക് ഇന്നത്തെ ദിവസം അവധി ഇല്ലായിരുന്നല്ലേ മാം? കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും 1 ഇയർ കോഴ്സിൽ 10 months ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ്സസ് നടക്കുന്നത്. ബാക്കി 2 months എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എക്സാംസ്, അതിന്റെ പ്രിപ്പറേഷൻസ്, വൈവ, പിന്നെ കോൺവക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അങ്ങനെ കറക്റ്റ് 1 ഇയർ കൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തിറങ്ങണം. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ 10 months ആകുമ്പോൾ നമ്മളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആകാൻ നമുക്ക് ഈ എല്ലാ അവധികളും പ്രൊവൈഡ് ചെയ്താൽ ചിലപ്പോൾ നടക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓണം വെക്കേഷന് നല്ലപോലെ അവധി കിട്ടുന്നുണ്ട്. ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു, പെരുന്നാളിനൊക്കെ അവധി വരുന്നുണ്ട്. 10 months ഓൾമോസ്റ്റ് കുറേ ദിവസം അങ്ങനെ നമുക്ക്, പിന്നെ പൂജ ഹോളിഡേസ്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അവധികളാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. തേർഡ് റെക്കോർഡ് തുടങ്ങണ്ടേ? യെസ്, തുടങ്ങാലോ. നിങ്ങളുടെ ബാച്ചിലേക്ക് പഴയ ഒരു ബാച്ചിൽ നിന്നൊരു സബിത ജോയിൻ ആകും.
സവിത ഇന്ന് ക്ലാസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ സവിത ഒന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സബിതയ്ക്ക് ഉണ്ടാകണം. സബിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും വളരെ 100% പെർഫെക്ഷൻ, അതാണ് സബിതയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. കുറെ പേരൊക്കെ അങ്ങനെയാണല്ലോ, എങ്ങനെയെങ്കിലും ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, അത് നല്ലതായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കുറച്ചൊരു പേഴ്സണൽ എമർജൻസി കാരണം സബിത ഒന്ന് 17 ബാച്ചിലേ ആയിരുന്നു. സബിതയ്ക്ക് കുറെ ക്ലാസ്സസ് മിസ്സായി. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്ത ബാച്ച് നിങ്ങളുടെ ബാച്ചാണ്. Because I thought that you people will take care of her. Thank you, ma'am. So നമുക്കിപ്പോ റെക്കോർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ റെക്കോർഡ് തന്നെയായിരുന്നു? അല്ല, ചാപ്റ്റർ എടുക്കാന്ന് പറഞ്ഞു. പുതിയ ചാപ്റ്റർ എടുക്കാൻ പോവുമായിരുന്നു. അത് എന്തെങ്കിലും ആക്കി വെച്ച് പകുതിയൊക്കെ വല്ല വെച്ചിട്ടുണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞു. ഇനി മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുക്കാന്ന് പറഞ്ഞു അല്ലെ? ക്ലാസ് റൂമിൽ PFA എന്ന് പറഞ്ഞൊരു PDF വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്? ഇല്ല ഇല്ല മാം, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ തന്നെ മെസ്സേജ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് വേണം. കാരണം വെച്ചാൽ ഇനി ഓണം വെക്കേഷൻ വരുമ്പോ യെസ് മാം, ആ സമയം ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഓഫീസിൽ ഒരാക്കി നിങ്ങൾക്ക് PFA ഷെയർ ചെയ്യും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞങ്ങളുടെ ക്ലാസ് റെക്കമെൻഡ് എന്തോ കേട്ടില്ല. ഞങ്ങളുടെ ബാച്ച് എന്താ സബിതയ്ക്ക് നിങ്ങളുടെ ബാച്ച് സബിതയ്ക്ക് നമ്മുടെ ബാച്ച് റെക്കമെൻഡേഷൻ ചെയ്യാൻ മീൻസ് ഇതിനകത്ത് കയറാൻ കാരണം എന്താണെന്ന് മാമിന്റെ അടുത്ത് ചോദിക്കുക അഷിബിത. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ തന്നെ ഭയങ്കര ഒരു വൈബ്. അപ്പൊ സബിതയ്ക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. താങ്ക് യു. 20 minutes ഓൾമോസ്റ്റ് പറഞ്ഞു. എന്താ പറയാനുള്ള ഒരു കോൺഫിഡൻസ് സുഖിച്ചു. ഫ്രം ഹാർട്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഹൃദയത്തിൽ നിന്നുള്ളതാണെന്ന് അറിയാം. പിന്നെ 20 ബാച്ച് ഓൾമോസ്റ്റ് തീരാറായി. 21 ബാച്ച് ഭയങ്കര ഒരു മെച്യൂർ ആയ ഒരു ബാച്ചാണ്. അപ്പൊ ഐ തോട്ട് ലൈക്ക് കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള കുട്ടികളുള്ള ബാച്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. പോസിറ്റീവ് സെൻസിൽ പറഞ്ഞ കേട്ടോ. യെസ് മാം, താങ്ക് യു. ഞങ്ങളെ സജസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ബാച്ചിന്റെ ഇതിന് ഞങ്ങൾ ഭയങ്കര സ്ട്രെങ്ത് ആയി. മാം, ഈ ഓണം വെക്കേഷൻ ഉണ്ടാവും? ഓണം വെക്കേഷൻ 4 days ലീവ് ഉണ്ടാവും. എന്തോ 4 days എന്തായാലും കാണുമായിരിക്കും. കാരണം ഒരു ദിവസം ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആയിരിക്കും. അതെന്നാ 25-ാം തീയതി. പിന്നെ 26-ാം തീയതി അല്ലേ തിരുവോണം? അതെ 26-ന് തിരുവോണം, 27 അവിട്ടം. എനിക്ക് തോന്നുന്നു ആ 4 എണ്ണം പബ്ലിക് ഹോളിഡേ ആ ഒരു ചുമലമ ഷീറ്റിട്ടുണ്ട്. അത് ചിലപ്പോ അവധിയാകാൻ സാധ്യതയുണ്ട്. അതെ അവധിയായിരിക്കും. എന്തായാലും ഓണത്തിന്റെ 4 ദിവസം 25 തൊട്ട് 28 വരെ അവധി കിട്ടാൻ സാധ്യതയുണ്ട് തോന്നുന്നു. പിന്നെ ശനിയും ഞായറും ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ റീ ഓപ്പൺ 31-നായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. സംശയമുണ്ട്. എന്തായാലും അവര് ഇടാതിരിക്കില്ലല്ലോ, പോസ്റ്റ് ഇടാതിരിക്കില്ലല്ലോ. മെസ്സേജ് തരും. ഇപ്പൊ ഇത്രയും 12-ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ, സമയമുണ്ടല്ലോ. മാം, അതിലെ കുറെ പേര് ഓണം കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് പോവാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവിടുന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഞങ്ങളോട്. അതായത് നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ലെറ്റർ തരും ആ സ്കൂളിനെ അഡ്രസ് ചെയ്തുകൊണ്ട്. ഇങ്ങനെ ഈ ബാച്ചിലെ കുട്ടിയാണ്, ഇവിടെ ഒന്ന് പെർമിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതെല്ലാം സോഫ്റ്റ് കോപ്പി ആയിരിക്കും കേട്ടോ. അപ്പൊ അത് പ്രിന്റ് എടുത്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോഗ്രസ് കാർഡ് പോലെ, അതായത് നമ്മളുടെ പല പേഴ്സണൽ സ്ട്രെങ്ത്തിന്റെ ഏരിയയില് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് കൊടുക്കുന്നത് കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് അവർ മാർക്ക് ഇടും. 10-ലാണ് തോന്നുന്നു മാർക്ക് വരുന്നത്.
അതായത് എന്താ പറയാ പങ്ക്ച്വാലിറ്റി, അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേഴ്സണൽ ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ അവര് മാർക്ക് എൻട്രി ചെയ്യും, എന്നിട്ട് അവര് സൈൻ ചെയ്തു തരും. പിന്നെ ചില സ്കൂളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ദിവസം നമ്മൾ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പോലെ ക്യാരക്ടർ ആൻഡ് കോണ്ടാക്ട് കൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവരുടെ ലെറ്റർ ഹെഡിൽ തരാറുണ്ട്. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് അത് കിട്ടാറില്ല. പ്രോബ്ലം ഒന്നുമില്ല, കാരണം ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ അവർക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ ലെറ്റർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഓക്കെ, ലെറ്റർ ഹെഡ് ഒന്നും അവരങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷെ അല്ലാത്ത സ്കൂളുകാർ അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മിക്ക സ്കൂളിലും ചെല്ലുമ്പോൾ തന്നെ ചില സ്കൂളുകാര് ലെസൺ പ്ലാൻ കൊണ്ടുവരാനായിട്ട് പറയും. ചിലര് അവരുടെ ഫോമാറ്റ് തന്നെ തരും, ഇങ്ങനെയാണ് ലെസൺ പ്ലാൻ, ഇതിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ട് വരാം. എന്നുവെച്ചാൽ നമ്മൾ എന്താണോ നെക്സ്റ്റ് പഠിപ്പിക്കാൻ പോകുന്നത് അതിന്റെ ഒരു പ്ലാനിങ്, അതിനൊരു ഫോർമാറ്റ് പോലെയുണ്ട്, അത് ചെയ്യാനായിട്ട് തരും. ശരിക്കും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് ലെസൺ പ്ലാൻ ഇല്ല. നമ്മൾ കുട്ടികൾക്ക് അനുസരിച്ചാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് കൊടുക്കണ തന്നെ മറ്റേ കുട്ടിക്ക് കൊടുക്കണം എന്നില്ലല്ലോ. അതുമല്ല, ഇന്നലെ നല്ല എനർജറ്റിക് ആയ കുട്ടി ഇന്ന് ഇച്ചിരി ഡൗൺ ആണെങ്കിൽ അവനെ നമ്മൾ ഫസ്റ്റ് അപ്പാക്കി കൊണ്ടുവരാൻ നോക്കിയിട്ട് അതിന് പറ്റുന്ന ആക്ടിവിറ്റി കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ മോണ്ടിസോറിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ ഇല്ല, അതിന് പകരം നമുക്ക് ടീച്ചിങ് മാനുവൽ ആണ്. അതൊരു ജേണൽ പോലെയാണ് ടീച്ചിങ് മാനുവല്. അത് വേറെ ഒന്നുമില്ല, നമ്മള് ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ എഴുതുന്നത്. അതാണ് ലെസൺ പ്ലാനും ടീച്ചിങ് മാനുവലും തമ്മിലുള്ള വ്യത്യാസം. ലെസൺ പ്ലാൻ പ്രീ ആക്ഷൻ ആണെങ്കിൽ ടീച്ചിങ് മാനുവൽ പോസ്റ്റ് ആക്ഷൻ ആണ്, കഴിഞ്ഞിട്ടാണ്. അതായത് കഴിഞ്ഞ അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ എഴുതണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. അതായത് അന്നത്തെ ദിവസം നമ്മൾ കുട്ടിക്ക് എന്താണോ ആക്ടിവിറ്റി കൊടുത്തത് അതിന്റെ റിസൾട്ട് എന്താണ്, നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് കണ്ടു, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു ജേർണൽ. അത് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കിൽ കോളം വരച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ A4 പേപ്പറിൽ എഴുതി ഫയൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പൊ 10 ദിവസം ചെയ്തുവെങ്കിൽ 10 ദിവസം ചെയ്താൽ നന്നായിരിക്കും. ഇതൊരു ജോലി കിട്ടിയിട്ടും ചെയ്യുന്നത് നല്ലതാട്ടോ. യെസ് ഷീബ. നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ ഇൻ കേസ് സ്കൂളിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെയാ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണമെന്ന് എങ്ങനെയാ അവർ പ്രൂവ് ചെയ്യാ? ഇൻസ്റ്റിറ്റ്യൂട്ടിന് മിക്കവാറും ലെസൺ പ്ലാൻ ആയിരിക്കും ആവശ്യം. കാരണം അവര് പോകുന്ന ട്രഡീഷണൽ മെത്തേഡിലല്ലേ, മോണ്ടിസോറി മെത്തേഡൊന്നും അവർക്ക് അറിയാൻ വഴിയില്ല. ലെസൺ പ്ലാൻ എഴുതുന്ന നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനാണ്. ഇറ്റ്സ് എ ജേണൽ, നമ്മൾ ഡയറി ഒക്കെ എഴുതില്ലേ, അതുപോലെ തന്നെ ഒരു ജേണലാണ്. എന്നോട് ലെസൺ പ്ലാൻ വേണമെന്ന് പറഞ്ഞു അവര്. അതെ അതെ, ലെസൺ പ്ലാൻ. പിന്നെ അവര് ബുക്ക് എടുത്ത് തന്ന്, UKG ബുക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ നോക്കി വെച്ചുപോ, ഇതിനനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, അതെ, ഒരേ ചാപ്റ്ററിനനുസരിച്ചുള്ളത്. അപ്പൊ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരാ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരും, ഒരേ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. എടുക്കേണ്ടി വരും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ. മിക്കവാറും നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഏതെങ്കിലും ടീച്ചർ ലീവിന് പോകുന്നത്. അപ്പൊ നമ്മ ഡിവിഷനൊക്കെ ഉണ്ടാവോ, നമ്മള് കൂട്ടല് അതിനൊക്കെ മെറ്റീരിയൽ ഉണ്ടാവോ നമ്മളതില്? എന്തോ നമ്മള് കൂട്ടല് കുറക്കലൊക്കെ പഠിപ്പിക്കില്ലേ, അതിന്റെ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കണുണ്ടോ? അതായത് ആ സ്കൂൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. അത് നമ്മൾ പേഴ്സണലി തന്നെ ഇൻഡിവിജ്വലി ചെയ്യേണ്ടി വരും. അല്ല, നമ്മളെ മോണ്ടിസോറി ഉണ്ടോന്ന് ചോദിച്ചതാ. നിങ്ങൾക്ക് ഒരു 21 മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് തന്നിട്ടില്ലേ? ആ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ചെയ്തിട്ടുള്ള നമ്മ. അത് പക്ഷേ ചിലപ്പോ ചില സ്കൂളുകളിൽ വേണ്ടി വരില്ലായിരിക്കും, ചില സ്കൂളുകളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരിക്കും. ചാർട്ട് വർക്ക് ഒക്കെ ഉപയോഗിക്കാൻ. മാം, നമ്മൾ ഇതുവരെ ചെയ്ത ആക്ടിവിറ്റി മിക്കവാറും അവരുടെ ഈ ഫസ്റ്റ് ടേമില് അവർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഇനി എന്താന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. അവര് പറഞ്ഞു കുറച്ച് ആക്ഷൻ സോങ്, കുറച്ച് സ്റ്റോറി ഇതൊക്കെ കൊണ്ടുവരണം. പിന്നെ അതുപോലെ ഈ ബുക്കിന് എന്താ പറയാ ആവശ്യമുള്ള മെറ്റീരിയൽ കൊണ്ടുവരണം. പിന്നെ ഫുള്ള് മാർക്ക് എന്തായാലും അവര് തരൂലെന്ന് സ്കൂളിൽ നിന്ന്. അവര് നമ്മൾ എത്ര ചെയ്താലും ചെയ്യണം. കാരണം ഇവിടെ നമ്മളൊരു ഗൈഡൻസ് മാത്രമേ ഉള്ളൂ, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഓരോ സ്കൂളും ഡിമാൻഡ് ചെയ്യുന്ന ഓരോന്നല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ സ്കൂളുകാർക്കും പറ്റിയത് നമുക്കിരുന്ന് ചെയ്തോണ്ടിരുന്നാൽ നമുക്ക് അതേ നേരം ഉണ്ടാവും. അപ്പൊ അതിനുള്ളൊരു ബേസ് ആണ് നിങ്ങൾക്ക് ശരിക്കും തരുന്നത്. നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് പ്രയറുള്ളതാണ്. അവിടെ ഒരു റെഗുലർ കോഴ്സിന് മോണ്ടിസോറി ജോയിൻ ചെയ്തു. നിങ്ങളോട് ഷെയർ ചെയ്തോന്നറിയില്ല, ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു. ഫീസ് 28,000 ആയിരുന്നു. പക്ഷേ ആ കുട്ടി ബാക്കി വർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ആ കുട്ടിയുടെ എക്സ്പെൻസ് 1 lakh ക്രോസ് ചെയ്തു. അപ്പൊ അത്രയും ഇത് ആക്ടിവിറ്റി ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കോഴ്സിന് ചേരില്ല എന്ന് പറ്റി എന്നോട് ആരൊക്കെയോ എന്നോട് പറഞ്ഞു.
എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അത്രയും എക്സ്പെൻസ് കുറഞ്ഞ മെറ്റീരിയൽസ് നിങ്ങൾ എല്ലാ ഏരിയയും ടച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ചിലർ പറയും ഇതൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത് എന്ന് പറയുമായിരിക്കും. കാരണം ഞാനിപ്പോ 5 റെക്കോർഡ് തന്നിട്ടില്ലേ. റെഗുലർ കോഴ്സിൽ ഇവര് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ അധികം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ. റെഗുലർ കോഴ്സിൽ ഇവർ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ റെക്കോർഡ് അതിന്റെ PDF നിങ്ങൾക്ക് കിട്ടിയില്ലേ, അതാണ് മോഡ്യൂൾ 3 നമ്മുടെ വരുന്നത്. 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 പാർട്ടിന് ഓരോ റെക്കോർഡ് വീതം ഇവരുണ്ടാക്കും. നമ്മൾ ആ 5 പാർട്ടിന്റെയും ഒരു ബ്രീഫിംഗ് നമ്മൾ ഒറ്റ റെക്കോർഡിൽ ചെയ്യുവാണ്. അതായത് അവരുണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ കുറെ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞിട്ടില്ലേ, പെക്കിങ്, പോറിങ്, സ്പൂണിങ്, ഇതെല്ലാം ഇവര് ചെയ്തിട്ട് ഇവരത് വീഡിയോ എടുക്കോ ഫോട്ടോ എടുക്കോ ചെയ്തിട്ട് ആ ഫോട്ടോ കളർ ഫോട്ടോ ഈ റെക്കോർഡിലൊക്കെ പേസ്റ്റ് ചെയ്യണം. അപ്പൊ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പ്രിന്റ് എടുക്കാൻ തന്നെ നല്ല കോസ്റ്റ് അല്ലേ. നമുക്കും വേണമെങ്കിൽ ഇവിടെ ചെയ്യിക്കായിരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന സ്ട്രെങ്ത് കുറഞ്ഞ് വളരെ ലോ ആയി പോകും. അപ്പൊ നമുക്ക് ഓൾറെഡി മോഡ്യൂൾ 3 അത് നല്ലപോലെ ഉണ്ട്. ആ മോഡ്യൂൾ 3യുടെ ബ്രീഫിംഗ് നമ്മളൊരു റെക്കോർഡിൽ എഴുതുന്നുണ്ട്. പിന്നെ നമ്മൾ നിങ്ങളോട് പറയുന്നുണ്ട് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന. നമ്മളത് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഒട്ടിച്ചു വെക്കുന്നതിനേക്കാളും നമ്മളത് പ്രാക്ടിക്കലി ചെയ്ത് ഒബ്സർവ് ചെയ്ത് അത് നിങ്ങൾക്കൊരു റിപ്പോർട്ടായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അത്രയും എക്സ്പെൻസ് വരണ്ട എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ കുട്ടി ഇപ്പൊ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, 5000 സാലറി ഉള്ള ജോലി കിട്ടി, സന്തോഷം. പക്ഷെ അത് എത്ര സ്പെൻഡ് ചെയ്തു ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 21 മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വേണ്ടി വരുമായിരിക്കും. ചാർട്ട് പേപ്പർ വാങ്ങണം, പിന്നെ കുറച്ച് ഗ്ലൂ വേണ്ടി വരുമായിരിക്കും, സാൻഡ് പേപ്പർ വാങ്ങണം. അങ്ങനെ കോസ്റ്റ് എന്തായാലും ഒരു 1000-നുള്ളിൽ നിൽക്കില്ലേ. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അല്ലേ ഉള്ളൂ, ഏകദേശം അങ്ങനെ നിൽക്കില്ലേ. കുറെയൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, കുട്ടികളുടെ ടെക്സ്റ്റ് ചെയ്യുന്ന അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടും. പക്ഷെ ഈ 5 ഏരിയനെയും ഇങ്ങനെ ചെയ്യിക്കുവാണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. ഫോട്ടോയുടെ പ്രിന്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ചെയ്തത് തന്നെ പ്രിന്റ് എടുത്തൊട്ടിക്കണം. ആ കുട്ടീനോട് പറഞ്ഞു നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ പോരെ, അതൊരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു വീഡിയോ എടുത്തു വെക്കാം, ഒരു ഷോർട്ട് അല്ലെ, അതങ്ങ് സേവ് ആയിട്ടിരുന്നുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ഇത് മനസ്സിലായോ? കാരണം അത് നിങ്ങൾ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇന്നർ ചൈൽഡ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. വീട്ടിൽ ആ ഒരു കുട്ടികൾ അത്രയും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് നോക്കാലോ. അത് ഫോട്ടോ എടുത്തൊട്ടിക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കുട്ടികൾ പുറത്തു പോകുമ്പോൾ ഇതല്ല ചെയ്യേണ്ടത്. കാരണം റെഗുലർ കോഴ്സിൽ അവർക്ക് ഈ 5 ഏരിയയിലും പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ള ക്ലാസ് റൂമുകൾ ഉണ്ട്. നമുക്ക് ക്ലാസ് റൂം ഇല്ല, നമുക്ക് വിർച്വൽ പ്ലാറ്റ്ഫോം അല്ലേ ഉള്ളതോ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് അത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്ന് ചെയ്ത് കാണിക്കണമെങ്കിൽ ആർക്കെങ്കിലും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെയും ചെയ്യാം. കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് കാണിക്കാം അവധി ദിവസങ്ങളിൽ, അതും ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ ചെയ്തിരുന്നു. 1st 4th വരെയൊക്കെയുള്ള ബാച്ചിലെ കുട്ടികളൊക്കെ അത് ചെയ്തിരുന്നു. അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ അതൊരു ഡിഫറൻസ് വരാൻ കാരണം നമ്മുടേത് വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്. പിന്നെ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഈ കോഴ്സ് ചെയ്യാൻ പറ്റണം. എക്സ്പെൻസിന്റെ കാര്യത്തിൽ ആരും ബാക്കൗട്ട് ആയി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് അങ്ങനെ ഡിസൈൻ ചെയ്തത്. പക്ഷെ ഈ റെക്കോർഡ് എഴുതിക്കുന്നത് നമ്മുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ആരാന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഓക്കെ, അപ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 5 റെക്കോർഡ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ കോസ്റ്റ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിനും റെക്കോർഡ് ബുക്കിനുമാണെന്ന് തോന്നുന്നു അല്ലെ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഓവറോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മള് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ഈ ഫീസ് പേ ചെയ്യാനായിട്ട് ചിലർ തന്നെ ജോലി ചെയ്ത ആ ഫീസ് കൊണ്ട് അങ്ങനെ ആ മണി കൊണ്ട് ഫീസ് അടയ്ക്കുന്നവരുണ്ട്. അപ്പം ആരാണോ, അച്ഛനോ ഹസ്ബൻഡോ ബ്രദറോ ആരാണോ തരുന്നത് അവരോട് വാക്ക് പറയുക. ഞാൻ ഉടനെ തന്നെ ഒരു ജോലിക്ക് കയറും, അപ്പൊ ഞാനിത് തിരിച്ച് റീപേ ചെയ്യും.
അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വാശിയായിരിക്കും. നമ്മളപ്പോ നല്ലൊരു പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഹസ്ബൻഡ് അല്ലേ. ചിലപ്പോ അനിയൻ തരും, ചിലപ്പോ എന്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുക്കും, ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന്. പക്ഷെ എന്നാലും ചിലപ്പോ ഷോർട്ടേജ് ആകുമ്പോ അനിയൻ പേ ചെയ്യും. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയും, എന്റെ പൊന്നു മോനെ, ചേച്ചിക്ക് തീർച്ചയായിട്ടും മീൻസ് ഇതുവരെ ചെയ്തിരുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഇതൊക്കെ ആയിരുന്നു. ഹോം മീൻസ് എന്താ പറയാ, വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഓൺലൈൻ ക്ലാസ് ഇതൊക്കെ ഉള്ളൂ, പക്ഷെ എന്നാൽ പോലും ഇങ്ങനൊരു ജോലി കിട്ടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയൊരു അഭിമാനവുമായിരിക്കും. അതുമല്ല നിനക്കും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവന് സന്തോഷമുണ്ട്, ഹസ്ബൻഡിന് ഭയങ്കര സന്തോഷം. ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം വന്നാലും ശരി, ജിഷ മിസ്സിന്റെ ചില ക്ലാസ്സുകളൊക്കെ ഹസ്ബൻഡ് ഇവിടെ കേൾക്കാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറയും, അവര് പറയുന്നതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആക്ടിവിറ്റി തരുന്നെന്ന് പറഞ്ഞ് നീ പുറകിലൊന്നും നിൽക്കണ്ട. ആക്ടിവിറ്റി തരുന്നതിൽ കുറച്ച് പേരൊക്കെ പോയെന്ന് മിസ് പറഞ്ഞിരുന്നല്ലോ. മീൻസ് അവർക്ക് അതിന് കുറച്ച് താല്പര്യം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും അതിനെ വെറു ചെയ്യണ്ട, എന്നെ കൊണ്ടാകുന്ന ഹെൽപ്പ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, അത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ജിഷ മിസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കുട്ടികളും ഹസ്ബൻഡും വീട്ടിലുള്ള എല്ലാവരും ഹെൽപ്പായിരിക്കണം, അല്ലാതെ ഒരാൾ മാത്രം ചെയ്യണമെന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ചെയ്യണം, പക്ഷെ ഞങ്ങൾക്ക് ഹോംവർക്ക് കാണണം, അത്രേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഒരാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും മാർക്ക് കുറയ്ക്കുന്നൊന്നും ജിഷ മിസ് അവിടെ പറഞ്ഞിട്ടുമില്ല. എല്ലാവർക്കും ഇപ്പൊ നമുക്ക് ചാർട്ട് പേപ്പർ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല, ഒന്ന് ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. പക്ഷെ ആര് ചെയ്താലും നമുക്കറിയില്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ അടുത്തവർക്ക് കൊടുക്കുക. പിന്നെ റെക്കോർഡ് മാക്സിമം നമ്മൾ തന്നെ എഴുതാൻ നോക്കുക. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, കൈക്ക് എന്തെങ്കിലും ഇപ്പൊ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തിരിക്കുക. ഞാൻ പഠിച്ചില്ലെങ്കിൽ പുള്ളി വരെ പഠിപ്പിക്കുക, അത് ഉറപ്പായി. ജാസ്മിൻ 22 ദിവസം അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് ശരിക്കും 10 to 15 days ആണ് റെഗുലർ കോഴ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം ഇവര് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അത്രയും ക്ലാസ് പോവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് 2 weeks അല്ലെങ്കിൽ 10 days എന്നുള്ള രീതിയിലാണ് 10 working days അല്ലെങ്കിൽ 15 working days. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുവാണ് എനിക്ക് കുറച്ച് ദിവസം കൂടെ പോകണം, എനിക്ക് ഒരു പ്രാക്ടീസ് കിട്ടി, എക്സ്പീരിയൻസ് ആയി എന്ന് തോന്നുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ചില സ്കൂളുകാര് റിക്വസ്റ്റ് ചെയ്യും, നമ്മുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ കുറച്ച് ദിവസം കൂടെ ഒക്കെ നിൽക്കാമോ എന്നുള്ള രീതിയിൽ. ചിലര് പറയും അവിടെ തന്നെ ജോലി ചെയ്യാമോ, അങ്ങനെയൊക്കെ ചാൻസസ് വരാം. അപ്പൊ നിങ്ങൾ സ്കൂള് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്കൂള് സെലക്ട് ചെയ്യും. പിന്നെ നമ്മുടെ ബാച്ചിൽ ചില കുട്ടികള് ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അവരുടെ ബയോഡേറ്റയിൽ ഒരു നല്ലൊരു സ്കൂളിലാണ് ചെയ്തതെന്ന് കാണാനായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ സർവീസ് എന്നുള്ള രീതിയിൽ ബഡ് സ്കൂളിലും 2 സ്ഥലത്തും പോകുമായിരുന്നു. സമയമുള്ളത് കൊണ്ട് ഒരു സമയം അല്ലെങ്കിൽ കണ്ടെത്തി 2 സ്കൂളിൽ ഒരുമിച്ച് ചെയ്ത കുട്ടികൾ. ഒരു സംശയമുണ്ട്, നമ്മളിപ്പോ 10 ദിവസം ഒരു സ്കൂളിൽ പോയാല് വേറൊരു 10 ദിവസം വേറൊരു സ്കൂളിൽ പോയതുകൊണ്ട് തെറ്റില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. അപ്പൊ ഇതേ പ്രൊസീജിയേഴ്സ് ആയിരിക്കണം, മീൻസ് അറ്റൻഡൻസ് ആണെങ്കിലും റിക്വസ്റ്റ് ലെറ്റർ ആണെങ്കിലും ഒക്കെ പ്രൊസീജിയേഴ്സ് എല്ലാം ഇത് തന്നെ ചെയ്യാൻ നോക്കണം. സെയിം തന്നെ. ഓക്കെ, അപ്പൊ 2-3 സ്കൂള് നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഞാൻ ഉടനെ പോകില്ല, എന്റെ സാഹചര്യം. ഓക്കെ ഓക്കെ ശരി, അതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുക. കാരണം നമുക്ക് അവിടെ ചെന്ന് വെറുതെ നിൽക്കണ ആ ഒരു ടൈമിൽ പോകരുത്. എക്സാമിന്റെ ടൈമിൽ അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് 1 മാസം മുമ്പേ ഇവര് കോളേജ് സ്കൂൾ എന്താ പറയാ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങും. പിന്നെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കലും, ഡാൻസ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. കാരണം അപ്പൊ അവര് ചോദിക്കും ഡാൻസ് മാത്രം പഠിപ്പിക്കാൻ വരും പേയ്മെന്റ്. അങ്ങനെ നമ്മുടെ ബാച്ചിലർ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല സ്കൂളിൽ നിന്ന്. എന്നിട്ട് ഒരു സ്കൂളിൽ കിട്ടുമ്പോൾ മറ്റു സ്കൂളുകാരും ആ സ്കൂളായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ ഒരു നല്ല കാര്യം. ഓക്കെ, അപ്പൊ ബാക്ക് ടു റെക്കോർഡ്. മോഡ്യൂൾ 3 ആയിട്ട് പോയാ പോരെ? മോഡ്യൂൾ 3 അല്ല, പാർട്ട് 3. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് പോകാം. കാരണം എന്ന് വെച്ചാൽ അതിൽ മോണ്ടിസോറി തിയറി മെത്തേഡ്സ് അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ഓൾറെഡി നമ്മൾ എല്ലാ ടോപ്പിക്സും എടുക്കുമ്പോൾ അതിന്റെ ഒരു കോർ വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ. കാരണം നിങ്ങൾക്ക് എല്ലാം ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് ഓക്കെ, അപ്പൊ റൈം ബുക്കാണ് നെക്സ്റ്റ് നമ്മുടെ അടുത്ത റെക്കോർഡ്.
1ഉം 4ഉം കഴിഞ്ഞു അല്ലെ, പറഞ്ഞു കഴിഞ്ഞു. കുറെ പേര് എഴുതി കഴിഞ്ഞു, കുറെ പേര് ഫിനിഷ് ആവാറായി. റൈറ്റ്. പിന്നെ ലാസ്റ്റ് റെക്കോർഡ് കോപ്പി ചെയ്ത് തുടങ്ങിയോ? മാം 2 റെക്കോർഡാണ് പറഞ്ഞത്. നമ്മൾ 4th റെക്കോർഡും അത് ഫസ്റ്റ് റെക്കോർഡും 4th റെക്കോർഡും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നായിരുന്നു. നിങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. കുറെ പേര് കഴിഞ്ഞു, കുറെ പേര് കുറച്ചും കൂടെ പെൻഡിങ്ങിലൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതല്ല ചോദിച്ചേ, ഒരു PDF കിട്ടിയില്ലായിരുന്നോ ലാസ്റ്റ് 5th റെക്കോർഡിന്റെ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട്? മോണ്ടിസോറി അപ്പാരറ്റസ് കിട്ടിയിട്ടില്ല? അത് വന്നിട്ടുണ്ട് മാം. അത് എന്താ ചെയ്യേണ്ടത് അറിയാത്തോണ്ട് അതേക്കുറിച്ച് മാം ഒന്നും പറഞ്ഞില്ല. അത് നമ്മളുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതായത് മോഡ്യൂൾ 3 ഇല്ലേ, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ മോഡ്യൂൾ 3 5 റെക്കോർഡായിട്ട് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേര് ചെയ്യുന്നു എന്നൊക്കെ. ആ മോഡ്യൂൾ 3 ആണത്. 5 ഏരിയ ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി എൻവിയോൺമെന്റ്, ക്ലാസ് റൂമിനെ മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്നാണ് പറയുന്നത്. മോണ്ടിസോറി എൻവിയോൺമെന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഏരിയ നമ്മുടെ മോഡ്യൂൾ 3 5 പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണും. ഈ 5 പാർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വന്ന ആ PDF-ലുള്ളത്. അതും വളരെ ബ്രീഫ് ചെയ്തേക്കുക. കാരണം എന്താന്ന് വെച്ചാല് മോഡ്യൂൾ 3 ഓൾറെഡി അത് നല്ല എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് എന്തിനാ വെറുതെ റെക്കോർഡിൽ കുറെ എഴുതി വെക്കുന്നത്. അപ്പൊ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അത് ചെയ്യുന്നത് കൊണ്ട് കുട്ടി എന്ത് പഠിക്കുന്നു അങ്ങനെയുള്ളത് പിന്നെ പോയിന്റ് ആയിട്ട് അതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ റെക്കോർഡ് എഴുതുമ്പോൾ ഡോക്ടർ മോണ്ടിസോറിയുടെ ഒരു പിക്ചർ ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ച് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓരോ പാർട്ടായിട്ട് എഴുതുമ്പോൾ ഫ്രഷ് പേജിൽ ഓരോ പാർട്ട് തുടങ്ങുന്നത് നന്നായിരിക്കും. ഓരോ പാർട്ടിന്റെ അണ്ടറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്, അതിനെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഒന്നാമത്തെ പാർട്ടാന്ന് വിചാരിച്ചു. അതില് ആകെ 2 മെറ്റീരിയൽസേ ഉള്ളൂ. മാറ്റ്, നമ്മുടെ ചവിട്ടി പോലത്തെ ഇല്ലേ അത്, പിന്നെ ഡ്രസ്സിംഗ് ഫ്രെയിംസ്. ഇത് 2ഉം മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എഴുതുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എഴുതി കഴിഞ്ഞ് ഇനി രണ്ടാമത് നമ്മൾ സെൻസോറിയൽ ഏരിയ ആണെങ്കിൽ അതൊരു ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യും. സെൻസോറിയൽ ഏരിയയിൽ ഒരു 5-6 കുറെ മെറ്റീരിയൽസ് ഉണ്ടാവും. ആ മെറ്റീരിയൽസ് മാം അപ്പൊ നമ്മ ഇതാക്കണ ഈ സാധനല്ലോ ഈ പറഞ്ഞ അല്ല, ഇതിന്റെ ഫോട്ടോ ഒട്ടിച്ചാ മതിയാ? അതിന്റെ ഫോട്ടോസും നിങ്ങൾക്ക് ഒരു PDF തന്നിട്ടുണ്ട്, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട്. കണ്ടിരുന്നു? കണ്ടിരുന്നു. പക്ഷെ അല്ല, ഇതിപ്പോ മാം എഴുതാൻ പറഞ്ഞില്ല റെക്കോർഡില്ല. അപ്പൊ നമ്മള് അത് ആക്കിയിട്ട് ചില ആക്കിയിട്ടെല്ലാം ഒട്ടിക്കുന്നുണ്ട്, ചില പിക്ചർ അങ്ങനെയാണോ സംശയം കൊണ്ട് ചോദിച്ചത്. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ വലിപ്പം ഓരോ രീതിയിലാണോ എഴുതി വെക്കുക. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് എഴുതുക. ചിലപ്പോ ഒരു പേജില് ഷഹനാസ് എഴുതുമ്പോൾ ഒരു പേജിൽ ചിലപ്പോൾ 3 മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതാനുള്ള സ്പേസ് കിട്ടിയെന്ന് വിചാരിച്ചു. ആ 3 മെറ്റീരിയൽസ് ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കേണ്ടത്. പിന്നെ പ്രിന്റ് എടുക്കുമ്പോൾ കളർ പ്രിന്റ് ഔട്ട് എടുക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ എല്ലാ മെറ്റീരിയൽസിനും കളറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള മെറ്റീരിയലാണ്. പിങ്ക് കളറിൽ തന്നെ അത് കാണിക്കണ്ടേ. ബ്രൗൺ സ്റ്റെയർസ് ബ്രൗൺ കളറിൽ തന്നെ കാണണം. കളർ ടാബ്ലറ്റ്സ് അതും കളറിൽ കാണേണ്ടതാണല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. മെറ്റീരിയൽസിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ A4 ആ ഒരു സൈസിലുള്ള പേജിലേക്ക് 4-5 മെറ്റീരിയൽ ഒരുമിച്ച് പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ അതിൽ തന്നെ 5-6 മെറ്റീരിയൽസ് ഉണ്ടാവും. കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അല്ലാണ്ട് ഫുൾ A4ന്റെ വലുപ്പത്തിൽ ഫോട്ടോ എടുക്കരുത്. അത് നമുക്കറിയാമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിലേക്ക് ആക്കി വെച്ചിട്ട് ഇപ്പൊ പുറത്തുനിന്നാണ് പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടി വന്ന 4-5 ഷീറ്റ് മാക്സിമം മതിയായിരിക്കും. അപ്പൊ അത്രയും നമുക്ക് സ്പെൻഡ് ചെയ്താൽ മതിയാകും. മാം അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം എഴുതണോ? അപ്പോ എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ മോണ്ടിസോറിയുടെ ഇൻട്രൊഡക്ഷൻ എഴുതണം. പിന്നെ പറ്റുമെങ്കിൽ ഒരു കളർ പിക്ചർ ഒട്ടിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പ്രാക്ടിക്കൽ ഫ്രെയിംസ് 2 എണ്ണം പറഞ്ഞത്. ഒന്ന് മാറ്റിന്റെയും ഒന്ന് ഡ്രസ്സിംഗ് ഫ്രെയിംസും. അപ്പൊ അതിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് എല്ലാം അതിനകത്തുണ്ടാവും. അത് ഒട്ടിക്കുക. മാച്ച് ഉണ്ടോന്ന് ഓർമ്മയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും അത് ശ്രദ്ധിച്ചില്ല, മാറ്റുണ്ടോ എല്ലാം ഉണ്ട്. കാരണം നമുക്ക് 16 ബാച്ചിലെ ഒരു അൻഷിലിയാണ് മെറ്റീരിയലിന്റെ PDF പിക്ചർ എല്ലാം സെലക്ട് ചെയ്ത് അത് ഫുൾ മേർജ് ചെയ്ത് ഉണ്ടാക്കി തന്നു. ഓ വെരി ഗുഡ്. അതെല്ലാ ബാച്ചിലേക്കും കൊടുക്കാനായിട്ട് പറ്റി.
അപ്പൊ പ്രാക്ടിക്കലിന്റെ മാം നമ്മൾ ഹെഡിങ് പ്രാക്ടിക്കലിന് കൊടുക്കണോ അതോ ജസ്റ്റ് എഴുതി പോയാൽ മതിയോ? ഇത് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞതോ? ഉം. അതായത് നമുക്ക് ഈ റെക്കോർഡിന്റെ പേര് മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് എന്നാണ്. ഡോക്ടർ Okay. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിന്റെ റെക്കോർഡ്. അതാണ് ഫിഫ്ത്ത് റെക്കോർഡ്. അതെ, അത് ഡോക്ടർ മോണ്ടിസോറി 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അങ്ങനെ 5 ഏരിയ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ആ റെക്കോർഡിൽ ഈ 5 ഏരിയയെ കുറിച്ചാണ് എഴുതുന്നത്. ഓക്കെ. ഈ 5 ഏരിയ ആണ് നിങ്ങളുടെ മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞാൽ 5 പാർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. വീണ്ടും അത് 5 റെക്കോർഡായിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി നമുക്ക് മോഡ്യൂൾ 3 അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. നമ്മൾ 5ാമത്തെ റെക്കോർഡായിട്ട് എഴുതുന്നതിൽ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും ആവശ്യമുള്ളത് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ഇതാണ് മാം നേരത്തെ റെഗുലർ ആയിട്ട് പോണവർക്ക് 5 റെക്കോർഡ് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഈ ഒരു ബുക്കിന് ഈ റെക്കോർഡ് മാത്രം അത് തന്നെയാണ്. അതിന് നമ്മൾ അത്രയും പണിയെടുക്കണം, അത്രയും എക്സ്പെൻസും ഉണ്ടാവും. നല്ല പണിയാണത്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ആ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. എന്റെ ഒരു ഫ്രണ്ട് മീൻസ് മാറ്റിന്റെ ഇതൊക്കെ പഠിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇതില് മിസ് പറഞ്ഞിട്ടില്ല അതെങ്ങനെയാ ചെയ്യണം എന്നുള്ളത്. എക്സ്പെൻസ് അവർക്ക് വന്ന് എക്സ്പെൻസ് കൂടുതലാണ്. ഷിജിന എന്താ ഉദ്ദേശിച്ചത്? മോഡൽ എന്ത് മോഡലാ മാം? ഇപ്പൊ പറഞ്ഞ റെക്കോർഡിന്റെ മോഡൽസ് കംപ്ലീറ്റ് ആയത് എന്തെങ്കിലും മാഡത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ കാണിക്കാവൂന്ന്. എന്റെ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം, അതിന് പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെയും ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്താ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? മീൻസ് 5 ഏരിയാസ് എന്ന് മനസ്സിലായി. പക്ഷെ അതെങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യണം എന്നുള്ളത് ഒരു പിടുത്തം പിന്നെയും കിട്ടിയില്ല. PDF ഓപ്പൺ ചെയ്തില്ലായിരുന്നോ? എടുത്ത റെക്കോർഡ് സോറി. PDF ഇപ്പോ ഓപ്പൺ ചെയ്താൽ ഇത് പോകുമോ? അത് എഴുതാനും പിക്ചേഴ്സ് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കാനല്ലേ ഉള്ളൂ. അത് എങ്ങനെയാണെന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലേ മനസ്സിലാവൂ. അതാ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് അങ്ങ് ഡെവലപ്പ് ആകുന്നില്ലല്ലേ? പറഞ്ഞിട്ട് മനസ്സിലാവുന്നു. ഞാൻ പറഞ്ഞതിന്റെ കുഴപ്പമാണോ? അയ്യോ അല്ല മാം, ഒരിക്കലും അല്ല. ചിലപ്പോ ഇൻട്രൊഡക്ഷൻ കാണാൻ പറ്റും. ഇത് ഗ്ലിറ്റർ പെൻ ആണ്, ഗോൾഡൻ കളർ. ഒരു മിനിറ്റ് മാം, ഒന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇത് തന്നെ നിങ്ങളുടെ ആ PDF ഇല്ലേ? സെയിം ആണല്ലോ. ഞാനാണ് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തത്. കഴിയുന്നില്ല. എന്തോ? എനിക്ക് ഓപ്പൺ ചെയ്യാനേ കഴിയുന്നില്ല. ഏതാ PDF? അതെന്ത് പറ്റി? എന്താണ്? ആരെങ്കിലും ഒരാൾ പറയാമോ? PDF മാം എവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നേ? നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വരുന്ന ക്ലാസ് റൂം എന്നുള്ള ഒരു ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട്? ഞാൻ അതിനകത്തില്ല. സ്റ്റുഡൻസും അതിന്റെ ടെക്നിക്കൽ സ്റ്റാഫും മാത്രമേ ഉള്ളൂ. അപ്ലോഡ് ചെയ്തേക്കണത് ഹെഡിങ് കൊടുത്തേക്ക് ഇൻട്രൊഡക്ഷൻ ഡേറ്റ് പറഞ്ഞ മോണ്ടിസോറി നിർത്തി മറ്റേ ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ അപ്പാരറ്റസിന്റെ എല്ലാം പേരും ഇതെല്ലാം ഉണ്ട്. അത് ക്ലാസ് വർക്കിലൊക്കെ മുകളിലൊക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ്. ഉണ്ട്, അത് അതിൽ തന്നെ കയറി നോക്കി. മാം പറയട്ടെ, മാം ചിരിക്കുവാ. നിങ്ങൾ മിണ്ടായിരിക്കും. മാം പറയട്ടെ. ഇതാണ് എന്റെ ഫസ്റ്റ് പേജ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ PDF കംപ്ലീറ്റ് നോക്കി അത് മുഴുവൻ കറക്റ്റ് ചെയ്തത് ഞാനായിരുന്നു. ഞാൻ എഴുതിയത് തന്നെയാണ് PDF ആക്കിയേക്കണേ. വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ എഴുതിയത് എങ്ങനെയാന്ന് അറിയണോ? ഞങ്ങള് ക്ലാസ് റൂമില് റെഗുലർ ബാച്ചും ഞാൻ ഹോളിഡേ ബാച്ചായിരുന്നു. ഏകദേശം 30ഓളം സ്റ്റുഡൻസ് വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു റെക്കോർഡ് കൊണ്ടുവന്ന് ഞങ്ങളുടെ മാം വായിച്ചു തരും. ഞങ്ങളത് കേട്ടിരുന്ന് എഴുതുമായിരുന്നു. ഇതുപോലെ PDF ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ കേട്ടിരുന്ന് എഴുതുമ്പോ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കേൾക്കുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്നേ. അപ്പൊ പ്രോംപ്റ്റ് ഒന്നും ചിലപ്പോ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ആദ്യം റെക്കോർഡ് സ്കാൻ ചെയ്ത് ആ കോപ്പി ആയിരുന്നു ഷെയർ ചെയ്തത്. അപ്പൊ അതിലെ മിസ്റ്റേക്ക്
ഉണ്ടായിരുന്നത് കാരണം ഞാൻ പിന്നെ കംപ്ലീറ്റ് സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ട് അതിന്റെ ഗ്രാമറും നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ് ഒരു നിതീഷും ഹെൽപ്പ് ചെയ്തു. ഗ്രാമറും ഒക്കെ കറക്റ്റ് ചെയ്ത് സിമ്പിൾ ആക്കിയിട്ടാണ് നിങ്ങൾക്കത് ഷെയർ ചെയ്തേക്കണേ. സെയിം സംഭവം. അത് പേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ? ഓരോ പേജ് ആയിട്ട് ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. ഉണ്ട് മാം, ഉണ്ട്. ഫസ്റ്റ് പേജില് മോണ്ടിസോറി മെത്തേഡ് എന്താന്നുള്ളത് എഴുതി. മോണ്ടിസോറി മെത്തേഡ് എഴുതാട്ടോ. ഞാൻ മോണ്ടിസോറി മാത്രമേ എഴുതിയിട്ടുള്ളൂ. മെത്തേഡ് എഴുതാം. അതിന്റെ താഴെ പുതിയ റെക്കോർഡിലാണോ മാം എഴുതേണ്ടത്? ഏതാ പുതിയ റെക്കോർഡിലാണോ എഴുതേണ്ടത്? പുതിയ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ റെക്കോർഡ്, അപ്പാരറ്റസ് റെക്കോർഡ്. ഓക്കെ, ഞങ്ങള് പുറത്തുനിന്നാണ് വാങ്ങിയത് റെക്കോർഡ്. മൊഡ്യൂൾ 3 എന്ന് എഴുതിയിരിക്കുന്നതാണോ? എന്തോ മൊഡ്യൂൾ 3 എന്ന് എഴുതിയിരിക്കുന്ന റെക്കോർഡാണോ? അത് തന്നെ അല്ലേ? അത് തന്നെയല്ലേ? മൊഡ്യൂൾ 3 നമ്മുടെ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പൊ ഈ സെയിം കണ്ടന്റ് നമ്മൾ അതിലേക്ക് കോപ്പി ചെയ്ത് വെച്ചാൽ മതിയോ? യെസ്, കോപ്പി ചെയ്യണം. മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF കൂടെ വന്നിട്ടുണ്ടാകും. അതില് കംപ്ലീറ്റ് ഈ അപ്പാരറ്റസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പിക്ചറാണ്. ഓ, അത് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ. മാം, ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതാണോ ഓരോ ടോപ്പിക് ആയിട്ട് എടുക്കേണ്ടത്? 5 ആയിട്ടാണോ ഡിവൈഡ് ചെയ്തിരുന്നേ? ഇല്ല, 10-20 നമ്പർ കാണുന്നുണ്ട്. PDF ഉണ്ട്, നോക്കട്ടെ കേട്ടോ. മാം, ലേസ് ഫ്രെയിം അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നതാണോ? എന്ത് ഫ്രെയിം? ലേസ് ഫ്രെയിം അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതിയിരിക്കുന്നു. പ്രസ് ബട്ടൺ ഫ്രെയിം. എന്നതിന്റെ കാണണം. നോക്കട്ടെ. അതിലെ മെയിൻ ഹെഡിങ് ഒക്കെ റോമൻ ലെറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സബ് ഹെഡിങ്ങിലൊക്കെ പിന്നെ നമ്മളെ സാധാ ന്യൂമറിക്കൽ നമ്പേഴ്സും. ഇതല്ലേ നിങ്ങളുടെ റെക്കോർഡ്? അതെ അതെ. ഇതൊക്കെ തന്നെയല്ലേ കാണുന്നേ? ഓക്കെ, ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ഡോക്ടർ മറിയ മോണ്ടിസോറിയെ കുറിച്ച് എഴുതി. പിന്നെ അപ്പാരറ്റസ് വേണമെങ്കിൽ നെക്സ്റ്റ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ 5 ഏരിയ ആണ്. കാണാമോ? കാണുന്നില്ലേ? പേജ് എടുത്ത് വെച്ചേക്കണേ. എനിക്ക് നിങ്ങളുടെ ഫേസ് കാണുന്നില്ല. ഒന്ന് പറയണേ. കൺസെപ്റ്റിനേക്കാൾ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ അതല്ലേ മാം? യെസ്, ലൈഫ് ഏരിയയുടെ അവിടെ ഒരു വന്നേക്കണേ. അങ്ങനെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് നമ്മൾ ശരിക്കും ഒരു പരസ്പരമുള്ള റെസ്പെക്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ചുറ്റുപാടിനെ കെയർ ചെയ്യും, അവനവനെ കെയർ ചെയ്യും, മറ്റുള്ളവരെ കെയർ ചെയ്യും.
അങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടികളിൽ ഉണ്ടാകുന്ന വാല്യൂസ് അത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് അവരെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോഴാണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ഫസ്റ്റ് വൺ ആണ് ഇത്, ബട്ടണിങ് ഫ്രെയിം. ആ ഒരു ബട്ടണിങ് ഫ്രെയിംസ് എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ഫ്രെയിം എഴുതിയാലും കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും ആ ഒരു ടൈറ്റില്. ഡ്രസ്സിംഗ് ഫ്രെയിം നമുക്ക് ചെയ്യാനുണ്ടല്ലോ. ആ ചെയ്യാനുണ്ട്. രണ്ടാമത്തെ ഏരിയ അത് അടുത്ത പേജിൽ ചെയ്യാട്ടോ. യെസ് യെസ് മാം, ഇത് ഓരോന്നും എഴുതിയിട്ട് അതിന്റെ നെക്സ്റ്റ് പേജ്, അതായത് റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യണോ? അതെ അതെ. അല്ലാതെ ഓരോന്നും എഴുതിയിട്ട് അതിന്റെ ബിലോയിലല്ല ചെയ്യേണ്ടത്. അല്ല, ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റൈറ്റ് സൈഡ് ലൈനും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ആയിട്ടുള്ള റെക്കോർഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മാം, അങ്ങനെ തന്നെയാ റെക്കോർഡിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഞാൻ ഇവിടെ എഴുതി, ഇവിടെ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ഓക്കെ. ഇതിന്റെ പിക്ചേഴ്സ് ആണ് മാം വേറൊരു PDF കിടക്കുന്നത് അല്ലേ? അതെ അതെ. മോണ്ടിസോറി മെറ്റീരിയൽസ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു. ഉണ്ട്. എഴുതിയത് കാണിക്കൂ. അത് സ്റ്റോപ്പ് ചെയ്തോട്ടെ, നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓരോ ഏരിയ ആ റോമൻ ലെറ്റേഴ്സിൽ ഉള്ള നമ്പർ കൊടുത്തിട്ടില്ലേ, ഇതിനകത്ത് സെൻസോറിയൽ അപ്പാരറ്റസ് 2 കൊടുത്തിട്ടില്ലേ, അത് ഫ്രഷ് പേജിൽ എഴുതുവാണെങ്കിൽ നന്നായിരുന്നു. ഓരോരോ 5 പാർട്ട് 5 പേജിലായിട്ട് അതിന്റെ താഴെ വരുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അത് മനസ്സിലായില്ലേ? ഒന്നും കൂടെ കാണിക്കൂ. ഇതാണോ എന്റെ കണ്ടോ, ഞാൻ ഈ ബൈനോമിയൽ ക്യൂബ്സ് ട്രൈനോമിയൽ ക്യൂബ്സ് അതാണ് ഞാൻ ഇപ്പുറത്തെ എഴുതിയിരിക്കുന്നത്. അതിന്റെ പിക്ചേഴ്സ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചു. മാം അത് കോപ്പി എടുത്തിട്ട് കളർ പ്രിന്റ് എടുത്തിട്ട് ഒട്ടിച്ചു അല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ ആകെ നമുക്ക് വരയ്ക്കേണ്ട ഒരു കാര്യം വന്നു. ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജോമെട്രിക്കൽ മാത്തമാറ്റിക്കൽ ഏരിയയില് ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, അത് മാത്രം വരച്ചു. അതും സ്ക്വയർ, റെക്ടാങ്കിൾ അങ്ങനെയുള്ളതൊക്കെ വരച്ചു. പിന്നെ പല വലിപ്പത്തിലുള്ള സർക്കിൾസ്, പിന്നെ സ്ക്വയറും റെക്ടാങ്കിളും ഇങ്ങനെ വരച്ചു. പിന്നെ എന്നിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് വരച്ചു വെച്ചു. പിന്നെ പോളിഗൺസ് ചിലത് വരച്ചു. ക്ലിയർ അല്ല മാം. മാം എഴുതിയിട്ടുള്ളത് ക്ലിയർ അല്ലാന്ന് പറഞ്ഞ ഏകദേശം 9 വർഷമായ കാര്യല്ലേ. ഫെയ്ഡ് ആയിട്ടുണ്ട് കുറെയൊക്കെ കേട്ടോ. മാം അവിടെ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ട്രയാങ്കിളിന്റെ പേര് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ. എന്തോ ആംഗിൾസ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതില്. ആംഗിൾസ് അടയാളപ്പെടുത്താൻ കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളില് 3 ആംഗിൾസും ഈക്വൽ ആണല്ലോ. അത് ഈക്വൽ ആണെന്ന് കാണിച്ചു. 3 സൈഡ്സും ഈക്വൽ ആണ്, അങ്ങനെ ഈക്വൽ ആണെന്ന് കാണിച്ചു. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 2 സൈഡ്സ് ഈക്വൽ ആണ്, ആ 2 സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തു. അത് ഞാൻ ചെയ്തേ ഉള്ളൂ, അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് കാണുമ്പോ മനസ്സിലാകും ഈക്വൽ ആണെന്നുള്ളത്. അത് എത്രാമത്തെ ഏരിയയിലായിരിക്കും വരുന്നേ? എത്രാമത്തെ ഇതിലായിരിക്കും വരുന്നത്? രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ആണോ? മാത്തമാറ്റിക്കൽ ഏരിയ 3ാമത്തെ ആണെന്ന് തോന്നുന്നു അല്ലെ? 3ാമത്തെ ആണോ 4ാമത്തെ ആണോ? അതും കൂടെ ഒന്ന് കാണിക്കാമോ? മൊത്തത്തോടെ ഒന്ന് കാണിക്കാമോ PDF? ആണ് ഈ PDF തന്നെയല്ലേ നിങ്ങൾക്കും ഷെയർ ചെയ്തേക്കണേ? അതെ, എന്നാലും ഇപ്പൊ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. ഇതാണ്. ഇത് മനസ്സിലായി. 5 ഏരിയ എഴുതി വെച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ അപ്പാരറ്റസ് 4ാമത്തത്. അതിൽ വരുന്നതാണ് അതിനകത്താണ് ഇതൊക്കെ വരുന്നത് അല്ലേ? നേരെ കുട്ടികളുടെ മാത്സ് ടെക്സ്റ്റ് എടുക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് അവർക്ക് പഠിക്കാനുണ്ട്, അത് നോക്കി വരച്ചു വെക്കും. അത് ഇതിനകത്ത് അപ്പൊ ഇതായിട്ടില്ല മാം, അപ്ലോഡ് ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മൾ വരയ്ക്കണം തന്നെ. നിങ്ങൾ ബേസിക് മാത്സ് പഠിച്ച കുട്ടികൾ തന്നെയല്ലേ ഇപ്പോഴത്തെ. അപ്പൊ അതൊക്കെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഐ ഡോണ്ട് സ്പൂൺ ഫീഡിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സ്പൂൺ ഫീഡിങ്. സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും, നമ്മൾ അങ്ങോട്ട് മുരടിച്ചു പോകും.
തന്നെ ചിന്തിക്കില്ല. മനസ്സിലായോ? പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? അത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ ഇതുപോലെ വരച്ചാലും മതി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോമെട്രിക്കൽ ഷേപ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഒരു കാര്യം ചെയ്യുക, വരയ്ക്കുക. അതെങ്കിലും ചെയ്യുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാം. കുട്ടികളുടെ കയ്യിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അതിനകത്തില്ല, ലിസ്റ്റിലില്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് ചെയ്തോളൂ കേട്ടോ. ഏതൊക്കെയാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്? മാത്സ് പഠിപ്പിക്കട്ടെ ആദ്യം. എന്റെ ഈശ്വര, മാത്സ് ഞാൻ വീക്കാ, ഞാൻ ഓഫ് ചെയ്യും. നമുക്ക് വലിയൊരു ഫാമിലി ഉണ്ട്, പോളിഗൺ എന്ന് പറയുന്നത്. പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി സൈഡ്സ് ഉള്ള ജോമെട്രിക്കൽ ഷേപ്പ് ആണ്. ബട്ട് അത് ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്. അതായത് ഒരു എൻഡിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചു വന്ന് ക്ലോസ്ഡ് ആണ് അല്ലെ. അങ്ങനെ പോളിഗൺ എന്നുള്ള ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പർ ആണ് ട്രയാങ്കിൾ. 3 സൈഡുള്ള രണ്ട് സൈഡുള്ള പോളിഗൺ നമുക്ക് പറ്റില്ല, കാരണം ക്ലോസ്ഡ് ആവണം. ക്ലോസ്ഡ് ആണെങ്കിൽ 2 സൈഡ് വരച്ചിട്ട് നമുക്ക് ക്ലോസ്ഡ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏറ്റവും മിനിമം സൈഡിൽ വരുന്ന പോളിഗൺ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. 3 സൈഡ്സ് വരും. ഓക്കെ, ഇനി 3 സൈഡ്സും 3 ആംഗിളും ആണ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ തന്നെ പല ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 3 സൈഡ്സും ഈക്വൽ ആണ്, 3 ആംഗിളും ഈക്വൽ ആണ്. 3 ആംഗിൾ ഈക്വൽ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എത്രയായിരിക്കും ആംഗിളിന്റെ മെഷർമെന്റ്? 60. കാരണം ട്രയാങ്കിളിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180. 3 ഈക്വൽ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആയിരിക്കും അല്ലെ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആണ്. ഇനി ഐസോസ്ലസ് ട്രയാങ്കിൾ. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത 2 സൈഡ്സ് ആണ് ഈക്വൽ. ഈ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. അത് 45 ആകണമെന്ന് നിർബന്ധമില്ല. 70 വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ എളുപ്പം. എത്രയായിരിക്കും? 40. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. പിന്നെ ഒരു ട്രയാങ്കിൾ ഉള്ളതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന്റെ പ്രത്യേകത ഏതാ? ഒരു സൈഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും, 90 ഡിഗ്രി. ആ സൈഡിലെ ആംഗിള് 90 ഡിഗ്രി. ഓക്കെ, ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ ഐസോസ്ലസ് ആകാം അല്ലേ? അപ്പൊ ആംഗിൾ എത്രയായിരിക്കും? ആ മറ്റേ 2 സൈഡിന്റെ 2 ആംഗിൾ എന്തായിരിക്കും? അപ്പൊ അതാണ് പല വെറൈറ്റിയില് നിങ്ങളോട് ട്രയാങ്കിൾസ് ചെയ്യാൻ പറ്റും. പിന്നെ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതെന്താണ് ഈ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ? ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. എല്ലാ ആംഗിളും 3 ആംഗിളും ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരു അക്യൂട്ട് ട്രയാങ്കിൾ ആണ്. അങ്ങനെ ചിലത് തന്നെയാണ് ഇങ്ങനെ പറയും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ അക്യൂട്ട് ട്രയാങ്കിൾ തന്നെ അക്യൂട്ട് ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ട്. അക്യൂട്ട് ട്രയാങ്കിൾ തന്നെ അക്യൂട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നെയുള്ളത് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ ഉണ്ട്. ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിള് 90യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഒരു ആംഗിൾ. ഇനി മാം ഈ പറഞ്ഞതൊക്കെ അപ്പം നമ്മൾ ചാപ്റ്റർ പേപ്പറിൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ളതാണോ? നമുക്ക് റെക്കോർഡിലും എഴുതാനുണ്ട്. നമ്മുടെ റെക്കോർഡില് ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ഉണ്ട്. വുഡൻ ആണ്, അതിന്റെ തന്നെ മെറ്റലിന്റെ ഉണ്ട് കേട്ടോ. സെയിം തന്നെ മെറ്റൽ ഉണ്ട്, ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ്. ഇതുപോലൊരു ഡ്രോ പോലെയായിരിക്കും. ഈ മെറ്റീരിയൽ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ പല പ്രാവശ്യം അത് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അത് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മളുടെ ടേബിളിന്റെ ഒക്കെ ഡ്രോ വലിക്കില്ലേ, ആ ഡ്രോ പോലെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഓരോ പാർട്ടിലും ഓരോ ഷേപ്പില് സാധനങ്ങൾ ഇരിക്കുമായിരിക്കും. ഈ ബ്ലൂ കാണുന്നില്ലേ, ഇതിന്റെ മുകളിൽ ഒരു നോബ് ഉണ്ട്. ആ നോബിൽ പിടിച്ച് നമുക്കത് പൊക്കിയെടുക്കാം.
ഇത് തന്നെ വുഡൻ ഇൻസെക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. വുഡൻ ഇൻസെക്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ജോമെട്രിക്കൽ വുഡൻ ഇൻസെക്ട്സ്, ഈ സെയിം ഷേപ്പ് വരുന്ന വുഡൻ ഇൻസെക്ട്സ്. അത് രണ്ടെണ്ണമായിട്ട്, രണ്ട് അങ്ങനെ വലിയൊരു വുഡൻ പാനലാണ്. അതിൽ ഇതുപോലെ 5ഓ 6ഓ ഷേപ്പ് എന്തോ ഉണ്ട്. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം ജോമെട്രിക്കൽ ഷേപ്പ് ആണെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ എഴുതാൻ തുടങ്ങില്ലേ അതിനു മുമ്പ് പ്രീ റൈറ്റിംഗ് എക്സസൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജോമെട്രിക്കൽ വുഡൻ ഇൻസെക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാംഗ്വേജ് ഏരിയയിലുള്ള മെറ്റീരിയലും ആണ്, മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ള മെറ്റീരിയലാണ്. അപ്പൊ നമുക്ക് ശരിക്കും എല്ലാ മെറ്റീരിയലിന്റെ ഈ ഏരിയ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് ഈ എന്താ പറയാ, ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണ്, സോ ലാംഗ്വേജ് ഏരിയ ആണ്. പക്ഷെ നമ്മളത് സെൻസ് ചെയ്യുവല്ലേ ചെയ്യുന്നത്, നമ്മുടെ ടച്ച് സെൻസ്, ടാക്ടൈൽ സെൻസ് ആണ് അവിടെ ആക്റ്റീവ് ആവുന്നത്. ദാറ്റ് മീൻസ് അത് സെൻസോറിയൽ ഏരിയയിലെ മെറ്റീരിയലും ആണ്. അതുകൊണ്ട് ചില മെറ്റീരിയൽസ് രണ്ടിലും വരും. ക്ലിയർ ആയോ? അത് ഈ ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആ ഡ്രോ നമുക്കില്ല, പക്ഷെ വുഡൻ ഇൻസെക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഐഡിയയും കിട്ടും, ഓരോ ഷേപ്പിനെ കുറിച്ച് ഐഡിയയും കിട്ടും. അതിന്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് കുത്തി വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ. ഈവൻ നമ്മളും ഒരു സ്ട്രെസ് ആകുമ്പോൾ ചുമ്മാ ഒരു പേപ്പർ എടുത്ത് കുത്തി വരച്ച് നോക്കൂ, നമ്മൾ എന്തോ റിലാക്സ്ഡ് ആകും, നമുക്ക് ഭയങ്കര സന്തോഷമാകും, ഒരു പ്ലഷർ, ഡോപ്പമിൻ അവിടെ ആക്റ്റീവ് ആകും. അപ്പൊ അതുകൊണ്ട് ഈ പ്രീ റൈറ്റിംഗ് എക്സസൈസ് കുത്തി വരയ്ക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ആ വുഡൻ ഇൻസെക്ട്സ് കൊണ്ടുള്ളത്. അത് പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവര് ശരിക്കും കുത്തി വരയ്ക്കുകയാണ്. ഇവരെന്നിട്ട് ആ ബോർഡ് അങ്ങ് മാറ്റി കഴിയുമ്പോഴുണ്ടല്ലോ, ഈ കുത്തി വരച്ചത് നല്ല ഡിസൈൻ ഒരു കുത്തി വരയ്ക്കാൻ നമ്മൾ കൊടുക്കുന്നത് കളർ പെൻസിൽസ് ആണ്. പല പല കളർ പെൻസിൽ വെച്ചിട്ട് കുത്തി വരയ്ക്കാനായിട്ട് പറയും. അപ്പൊ ഇവരിങ്ങനെ എന്നും ഇങ്ങനെ അതങ്ങനെ കുത്തി സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഈ പാനൽ അങ്ങ് മാറ്റി നോക്കുമ്പോ പേപ്പറിൽ നല്ല ഡിസൈൻ ഇങ്ങനെ വരും. പണ്ട് അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് നമുക്കൊരു സാധനം കിട്ടില്ലായിരുന്നോ, ഇങ്ങനെ നമ്മളിങ്ങനെ പെൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല ഡിസൈൻ വരുന്നത്. എന്താ അതിന്റെ പേര് ഞാൻ മറന്നു, ഏതാണ്ട് അതിന്റെ ഒരു വേർഷൻ. കുറേ നാളായി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് ആണ്. പിന്നെ അപ്പൊ ട്രയാങ്കിൾസ് നിങ്ങൾ നോക്കി എഴുതിയെടുക്കുക. അപ്പൊ അതിനകത്ത് ഈ ജോമെട്രിക്കൽ ക്യാബിനറ്റ് ഞാൻ ഇങ്ങനെ ഡ്രോ പോലെ കാണിച്ചില്ലേ, ഈ ഡ്രോയില് ഡ്രോയർ 3-ലുള്ളതാണ് ഈ പല ടൈപ്പ് ട്രയാങ്കിൾസ്. അത് നമുക്കൊന്ന് വരച്ചു വെക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾ അത് തന്നെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിലും നല്ലതാണ്. ഏതെങ്കിലും ചെയ്താലും മതി. റെക്കോർഡിൽ എന്തായാലും ഒന്ന് വരച്ചു വെക്കണം. ചാർട്ട് പേപ്പറിൽ വരച്ച് കുട്ടികളെ കാണിക്കാം. കാർഡ്ബോർഡിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമുക്ക് 5 ബോക്സസ് വരുന്ന കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് ഉണ്ട്. കേട്ടോ, നിങ്ങൾ തന്ന ഷീറ്റിനകത്ത് ഉണ്ടാകും, ഞാൻ വെച്ചതിലുണ്ടോ എന്ന് അറിയില്ല. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് 5 ബോക്സസിൽ പല ടൈപ്പ് ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് ഇവര് പല ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാക്കുകയും ചെയ്യും. വേറെ പല ഷേപ്പും പറഞ്ഞു. നമ്മള് പോളിഗൺ പറഞ്ഞില്ലേ, അതില് 4 സൈഡ്സ് ഉള്ള പോളിഗൺ ഫാമിലിന്ന് പറയുന്ന പേരാണ് ക്വാഡ്രിലേറ്റർ. അതിൽ വരുന്ന മെമ്പേഴ്സ് ആണ് സ്ക്വയർ, റെക്ടാംഗിൾ, പാരലോഗ്രാം, റോംബസ്, കൈറ്റ്, ട്രപ്പീസിയം, അങ്ങനെയുള്ളത്. ഓക്കെ, ഇനി 5 സൈഡ് വരുമ്പോ പെന്റഗൺ ആയി, 6 സൈഡ് വരുമ്പോ ഹെക്സഗൺ ആയി, 7 സൈഡ് വന്നപ്പോ സെപ്റ്റഗൺ ആയി, 8 സൈഡ് വരുമ്പോ ഒക്ടഗൺ ആയി, 9 സൈഡ് രണ്ടഗൺ. നമുക്ക് ഹെക്സഗൺ വരെ ഉള്ളൂ. അതില് എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ, ഹെക്സഗണില് 6 സൈഡും ഈക്വൽ ആണെന്ന് വിചാരിക്കും. 5 സെന്റിമീറ്റർ വെച്ച് ഈക്വൽ ആണ്, അല്ലെങ്കിൽ 6 സെന്റിമീറ്ററോ 10 സെന്റിമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയി വരുന്ന ഹെക്സഗൺ എന്ന് പറയുന്നത് റെഗുലർ ഹെക്സഗൺ. എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് പെന്റഗൺ വരുവാണെങ്കിൽ റെഗുലർ പെന്റഗൺ. അങ്ങനെ റെഗുലർ എന്നുള്ള ഒരു വേർഡും കൂടെ അതിനകത്ത് ചേർക്കും. ഇതൊന്നും ഇതിനകത്തില്ല. ഞാനിപ്പോ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ നിർത്താറില്ല. അതൊന്നും പറഞ്ഞുള്ളൂ, റെക്കോർഡ് എന്ന് പറഞ്ഞില്ല, പാരഡൈസ് റെക്കോർഡ് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ മാത്സിന്റെ കുറച്ച് കാര്യങ്ങള് ഷേപ്സിലൂടെ കളറിലൂടെയാണ് അവർ പഠിക്കുന്നത്. ഫസ്റ്റ് കളറാണ് അവരെ ട്രിഗർ ചെയ്യുന്നത്. കളർ ട്രിഗർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ആ ഷേപ്പ്, പിന്നെയാണ് അഡീഷൻ, പിന്നെയാണ് കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ പോകുന്നത്. അപ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് കുട്ടികളുടെ പഠന രീതി. എല്ലാവരും പഠിക്കുന്നത് അങ്ങനെ ആയാൽ നന്നായിരിക്കും. സുഡോക്കു ചെയ്യുന്നവരുണ്ടാവൂലേ നിങ്ങളുടെ കൂടെ? അപ്പൊ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ സുഡോക്കു കുറെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. ഏതൊരു ഗെയിമും അങ്ങനെയല്ലേ, നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു പോകും. കുറച്ചുകൂടെ ടഫ് ആകും.
അല്ലാതെ ആദ്യമേ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുക്കരുത്. നമ്മള് ആക്ടിവിറ്റി റെക്കോർഡ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഈ ജിക്സോ പസിൽ പോലെ ഒരു പിക്ചറിനെ ആദ്യം 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒരുമിച്ച് ചേർക്കാൻ അവർക്ക് കൊടുക്കുക, പിന്നെ 5 പീസിന്റെ കൊടുക്കുക, പിന്നെ 6 പീസിന്റെ കൊടുക്കുക. വഴി കണ്ടുപിടിക്കുക. ആദ്യം സിമ്പിൾ വഴി കണ്ടുപിടിക്കുന്നത് കൊടുക്കുക, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുക. എന്നാലേ അവർ ചിന്തിക്കുള്ളൂ, അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വർക്ക് ആവുള്ളൂ. എപ്പോഴും സിമ്പിൾ പ്രൊവൈഡ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പോ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങളൊന്ന് വരച്ചു വെക്കുക. കുട്ടികളുടെ മാത്സിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. ട്രയാങ്കിൾ വരയ്ക്കുന്ന മെത്തേഡൊക്കെ അതൊക്കെ കുട്ടികളോട് വെച്ചാൽ അവർക്ക് അറിയാനായിട്ട് പറ്റും. അതൊക്കെ നോക്കുക. സ്കെയിലിയൻ ട്രയാങ്കിൾ ഉണ്ട്. സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും 3 ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു ട്രയാങ്കിൾ സ്കെയിലിയൻ ട്രയാങ്കിൾ. ഒരു ഏണേ കോണേ അങ്ങനെ തോന്നും. ഒരു 3 സൈഡ്സും 3 ആംഗിളും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ് ട്രയാങ്കിൾസ് ഞാൻ എന്തോ ട്രയാങ്കിൾസിന്റെ മാത്രം വരച്ചാൽ മതിയോ, അതോ ബാക്കിയുള്ള ഷേപ്സും വരക്കണോ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ, റെക്ടാങ്കിൾ, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ അതൊക്കെ വരയ്ക്കുവാണെങ്കിൽ നന്നായിരുന്നു. കാരണം അത് നമ്മുടെ ഡ്രോയർ 4 പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നെണ്ണഗൺ, ഡെക്കഗൺ എന്ന് പറഞ്ഞിട്ട് 10 സൈഡ് വരെയുള്ള ഷേപ്സ് ഡ്രോയർ 4 പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോംബസ്, ഷെവ്രോൺ, പാരലോഗ്രാം, ഐസോസിലിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് പടം മാത്രം ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കണോ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന്? അയക്കും മാം, ഞങ്ങൾക്ക് അപ്പൊ ഒന്ന് മനസ്സിലാവും. താങ്ക് യു. അത് ഞാൻ അയച്ചിട്ടേക്കാം. അപ്പൊ ഓരോ ഡ്രോയിലുള്ളത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വരച്ചു വെക്കാലോ. ഡ്രോ ഫുള്ളായിട്ട് ഫോട്ടോ ഉണ്ട് കേട്ടോ, അത് തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് ഇപ്പൊ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പേസ്റ്റ് ചെയ്താൽ പോരെ മാം ചെയ്തിരിക്കുന്ന പോലെ? ഇപ്പൊ പിക്ചർ അതിനകത്ത് കാണും, മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാണും. ഓക്കെ, അത് പേസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളത് മാത്രം വരയ്ക്കാം. മാം വരച്ചത് മാത്രം ഞങ്ങൾക്കൊന്ന് ഇത് വരയ്ക്കാമോ? അത് വരയ്ക്കാം. ചെയ്യാലോ. പിന്നെ സ്ക്വയറും റെക്ടാങ്കിളും നമുക്ക് പരിചയമുള്ളത് ഇതാണ്. മറ്റുള്ള പോളിഗൺസ് ആണ് നമ്മൾ അത്ര എപ്പോഴും ഉപയോഗിക്കാത്തത് അല്ലെ? ഓക്കെ, അതൊക്കെ ഒന്ന് ചെയ്തു വരച്ചത് മാത്രം മാം ഒന്ന് ഇട്ട് തന്നാൽ മതി, ഞങ്ങളത് നോക്കി വരച്ചോളാം. പിന്നെ ഇതുപോലെ ഇനി പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോ ഈ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഡെമോ ക്ലാസ് ഉണ്ടാവും. ആ മെറ്റീരിയൽ കാണിച്ച് അങ്ങനെ ഡെമോ ക്ലാസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വരാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും വരും. നേരിട്ടാവുമ്പം എപ്പോഴായിരിക്കും മാം? അങ്ങനെ എന്തെങ്കിലും സമയമുണ്ടോ? ഇപ്പൊ 20 ബാച്ചിന്റെ സെപ്റ്റംബറിൽ നടക്കുകയുള്ളൂ. നിങ്ങളുടെ നവംബറൊക്കെ ആവുമായിരിക്കും. എന്ന് വെച്ചാൽ പാർട്ട് 3 ആവണം. പാർട്ട് 3 വരുമ്പോഴാണ് നമ്മൾ അതിന്റെ പാരലൽ ആയിട്ട്, കാരണം പാർട്ട് 3 ഡോക്ടർ മോണ്ടിസോറിയുടെ ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡിന്റെ തിയറി ആണല്ലോ പാർട്ട് 3. അപ്പൊ അത് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസും എടുത്തു. അപ്പൊ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കാരണം ആ പാർട്ട് 3 നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഓരോ മെറ്റീരിയൽസ് കൊടുത്തപ്പോ അവരിങ്ങനെ, അപ്പൊ നിങ്ങൾ കളർ ടാബ്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് സാധനം എന്ന് വിചാരിക്കില്ലേ? അപ്പൊ ഇത് അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കലി തരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പാർട്ട് 3 ആണ് ഇത്രയും ടൈം കൺസ്യൂമിങ് ടോപ്പിക്, കുറേ സമയം എടുക്കും. എന്നുവെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും ഡോക്ടർ മോണ്ടിസോറിയുടെ കണ്ണിലൂടെ നിങ്ങൾ കാണാൻ തുടങ്ങും. ഒരു ഡിവൈൻ ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടും. അത് ഫീൽ ചെയ്യും നമുക്ക് ശരിക്കും. എക്സാം കഴിഞ്ഞിട്ട് മിസ് തുടങ്ങാതെ ഏത് എക്സാം? ടേം 1 ആണോ ഉദ്ദേശിച്ചത്? അല്ല, ഒരു എക്സാം ഇല്ലേ സെപ്റ്റംബറിൽ എക്സാം ഉണ്ടാവുന്നുണ്ട്. അല്ല, അത് പ്രാക്ടിക്കൽ എന്നാ പറഞ്ഞത്. സെപ്റ്റംബറിലുള്ളത് ടേം 1 എക്സാമിനേഷൻ അല്ലേ? അത് ടേം 1. അത് പാർട്ട് 1ഉം പാർട്ട് 2ഉം അല്ലേ? അത് കഴിഞ്ഞിട്ട് പാർട്ട് 3. അതെ. അത് കഴിഞ്ഞ് പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ ടേം 2. അത് ടേം 2 എക്സാമിനേഷൻ കഴിയുമ്പോൾ സ്റ്റഡി ലീവ് തന്നിട്ട് മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് ആണ്. ടേം എക്സാം എന്ന് പറയുമ്പോൾ പാർട്ട് 1 പാർട്ട് 2ലെ കണ്ടന്റും അതുവരെ നിങ്ങളെ പഠിപ്പിച്ച ഇംഗ്ലീഷും ആയിരിക്കും ഒറ്റ പേപ്പറായിട്ട്. ടേം 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം ആ സമയത്ത് ഇംഗ്ലീഷും കൂടെ ഒറ്റ പേപ്പറായിട്ട് അങ്ങനെ. അത് കഴിയുമ്പോൾ സബ്ജക്ട്, അത് നിങ്ങൾക്കൊരു മോഡൽ എക്സാം ആണ് കേട്ടോ, ഒരു പ്രാക്ടീസ്.
മെയിൻ അപ്പൊ എക്സാമിന് മാം ടേം എക്സാം വരുമ്പോഴും ഈവനിങ് ആയിരിക്കും ടൈം വരുന്നത്? മിക്കവാറും അങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എക്സാം എഴുതിക്കോട്ടെ എക്സാം എഴുതാൻ ബുദ്ധിമുട്ട് വരരുതല്ലോ. അപ്പൊ ഓണം കഴിയുമ്പോഴത്തേനും മൊഡ്യൂൾ 3 തുടങ്ങൂല അല്ലെ? മൊഡ്യൂൾ 3 തുടങ്ങിയിട്ട് പോയാ മതി എന്നല്ലേ പറഞ്ഞ മിസ്? മൊഡ്യൂൾ 3 അല്ല, പാർട്ട് 3 മാറിപ്പോലെ. മൊഡ്യൂൾ 1 പാർട്ട് 3 അത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പോകുന്നുണ്ട് കുഴപ്പമില്ല. കാരണം പല ബാച്ചിനും ആദ്യമൊക്കെ അങ്ങനെ ആ ഒരു കണ്ടന്റ് റിലേറ്റഡ് പോയപ്പോ എനിക്ക് മനസ്സിലായി മോണ്ടിസോറി എഫക്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് തുടങ്ങി ചെയ്യണം. ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് പോകുന്നത്. മോണ്ടിസോറി മെത്തേഡും കൂടെ അതിനകത്ത് മേർജ് ചെയ്താ പോകുന്നത്. മാം ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് എന്ന് സ്കൂളുകളിൽ പറഞ്ഞു പോയി. പോയിക്കോളൂ, കുഴപ്പമില്ല, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏകദേശം അറിയാലോ എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്നുള്ളത്. ഇനിയിപ്പോ ഓണേക്കാൾ മുമ്പ് ഞങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണോ? ഓഫീസിലെ മിസ്സിനെ ആരെങ്കിലും PRA ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. പിന്നെ എല്ലാരും പോണ അന്ന് രാവിലെ എന്നോട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മാം ഒരു സംശയം കൂടി, നമ്മുടെ ടേം എക്സാമിന്റെ ആ മാർക്ക് നമുക്ക് ലാസ്റ്റ് എക്സാമിന് ആഡ് ആവുമോ? ഇല്ല, അതൊരു പ്രാക്ടീസ് മോഡൽ എക്സാം ആണ്. ഇതുവരെ ഇല്ല. പുതിയ എന്തെങ്കിലും കാരണം പെട്ടെന്ന് തന്നെ മെയിൻ എക്സാമിലേക്ക് എത്തിക്കുന്നതിന് നല്ലത് മോഡൽ എക്സാം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലിക്ക് പോണവരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അവർക്ക് അത്രയും ദിവസം ലീവ് എടുക്കാൻ വയ്യാന്ന്. കാരണം മോഡൽ എക്സാം സബ്ജക്ട് വൈസ് നടത്തുമ്പോൾ 7 ദിവസം, പിന്നെയും ഒരു 7 ദിവസം മെയിൻ എക്സാമിന്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് ടേം ആക്കിയത്. മാം എക്സാമിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ടൈം ടേബിൾ ഒക്കെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യില്ലേ? തരും. കാരണം നമ്മൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരെ, ഇപ്പൊ നമുക്ക് സ്കൂള് വെക്കേഷൻ ആണ്, 19-ാം തീയതി ഓപ്പൺ ആവും. ക്ലാസ് കാണാൻ മിസ്സായാലും ഇത് അറിയണ്ടേ? അപ്പൊ നേരത്തെ വരും. അതൊക്കെ നേരത്തെ കിട്ടും കേട്ടോ. ഇതൊന്ന് 1 month മുമ്പ് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിടും. എക്സാമിന് 1 month മുമ്പ് തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങള് ഷെഡ്യൂൾ ചെയ്യേണ്ട കാര്യങ്ങൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് റെക്കോർഡ് റൈറ്റിങ്ങും മെറ്റീരിയൽസ് ഉണ്ടാക്കലും അസൈൻമെന്റും ഒന്നും മാറ്റി വെക്കലേ. കാരണം നമ്മളുടെ മോഡ്യൂൾ 1 പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ടുള്ള ഡെമോയും കഴിഞ്ഞ് നേരിട്ട് വന്ന് നിങ്ങൾ ചെയ്യുന്നതും കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവ സ്റ്റാർട്ട് ചെയ്യും. പാർട്ടിലായിട്ട് കോഴ്സ് തീരാൻ നോക്കിയിരിക്കില്ല, എക്സാം തീരാൻ നോക്കിയിരിക്കില്ല. വൈവ പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ്. വൈവ സ്റ്റാർട്ട് ചെയ്യും. വൈവ ടൈമില് നമ്മുടെ റെക്കോർഡ്, അസൈൻമെന്റ്, പിന്നെ ഒരു സർവേ ഉണ്ട്, സർവേ, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്, അതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 10 അസൈൻമെന്റ് തന്നിട്ട് നമുക്ക് 5 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടം അനുസരിച്ച് വൈവയുടെ ടൈമിൽ കാണിക്കാനായിട്ട്. അതില് മാം അത് 10 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ലായിരുന്നേ, അതാ ചോദിച്ചേ. പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അസൈൻമെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് ലിസ്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ഞാൻ അത് ലിസ്റ്റ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ മാം, ഓക്കെ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അത്രേ ഉള്ളൂ. ഒരു ഡൗട്ട് കൂടെ. ഈ ടേം എക്സാമിന് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലെ അപ്പൊ തന്നെ മാർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല, സ്കോറ് ചിലപ്പം 2 days അത്രേ ഒരു വ്യത്യാസം ഉണ്ടാവും. മെയിൻ എക്സാമിന്റെ കുറച്ചുകൂടി ടൈം എടുക്കും. എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞിട്ടേ മെയിൻ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അത് ഡിപ്ലോമ PGക്കാരുടെ കോമൺ ടോപ്പിക്സ് ഇല്ലേ, അതിന്റെ ആദ്യം, അത് കഴിഞ്ഞിട്ട് PG എക്സാം കഴിയുമ്പോൾ ആ സബ്ജക്റ്റിന്റെ കൊടുക്കും. പിന്നെ വൈവയുടെ അങ്ങനെ പബ്ലിഷ് ചെയ്യാറ്. വൈവ ഒരു ഡിസംബർ ഒക്കെ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾക്കൊരു ഇപ്പൊ 20 ബാച്ചിന്റെ സെപ്റ്റംബർ, നവംബറിൽ യെസ്, ആ ഒരു ഡിസംബർ സമയത്തായിരിക്കും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡ് ക്ലിയർ ആയല്ലോ. അത് എഴുതുമ്പോ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒരു 1 time റീഡിങ് എന്തായാലും എഴുതുവാണ്, വായിച്ചിട്ട് എഴുതണം. ചുമ്മാ കോപ്പി ചെയ്യാനുള്ള ധൃതിയിൽ എഴുതി വെക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് ഒന്ന് എഴുതി പോവുക, ഒന്ന് മനസ്സിലാക്കുക.
പിക്ചറും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ആ ഒരു പിക്ചർ നോക്കിയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് വൈവയില് ചോദിക്കുമ്പോൾ ഈ റെക്കോർഡ് കംപ്ലീറ്റ് കോപ്പി ചെയ്തവർക്ക് പോലും ഇതെന്ത് സാധനമാണെന്ന് മനസ്സിലാവണില്ല. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്. വായിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പൊ ആ വായന ഒന്ന് കറക്റ്റ് ഉള്ളിലേക്ക് എടുത്ത് വായിക്കും. സമയം എന്തായാലും കൊടുക്കുവാണല്ലോ. ഓക്കെ ദെൻ, അപ്പൊ ക്ലിയർ ആയില്ലേ? യെസ് മാം. എന്തായാലും ഫിഫ്ത്ത് റെക്കോർഡ് ഒരു ശകലം ഇതുണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് പ്രിയക്ക് ഓപ്പൺ ആവുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പ്രിയയുടെ ഇനി ആ ഒരു PDF റീഡർ അത് ആ ആപ്പ് ഷീബയ്ക്ക് ഓപ്പൺ ആയിട്ടില്ല. നിങ്ങളുടെ PDF റീഡറോ അങ്ങനെ എന്തെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? അത് ഇൻസ്റ്റാൾ ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. യൂസ് ചെയ്യുന്ന ആ ഗാഡ്ജറ്റിന്റെ പ്രശ്നമായിരിക്കാം. ആപ്ലിക്കേഷൻ പെർമിഷൻ ഉണ്ടാവില്ല. നമുക്ക് സെറ്റിംഗ്സിൽ എന്തൊക്കെയോ കുറെ പെർമിഷൻസ് ഒക്കെ ഇല്ലേ അറിയാവുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നതുകൊണ്ട് അത്രയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ. ഞാൻ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ആ പിള്ളേരോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ. ജോലി കൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഓപ്പൺ ആകും എന്താ ചെയ്യുമ്പോ എന്താ കാണുന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോ. ശരി, ഓക്കെ മാം. അപ്പോ അപ്ലോഡ് ചെയ്യാൻ മറക്കരുതേ. മറ്റേ വരച്ചതിന്റെ ഒക്കെ മാം ഇട്ട് തരാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്ര നേരം നമ്മുടെ റെക്കോർഡിനെ പറ്റിയായിരുന്നു മാമിന്റെ അടുത്ത് നമ്മൾ സംശയമൊക്കെ ചോദിച്ചിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. മീൻസ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, മാം ഒത്തിരി ഡൗട്ടാണ് ക്ലിയർ ചെയ്ത് തന്നത്. അത് ഒരുപാട് അത് ഹെൽപ്ഫുള്ളായി. നമുക്ക് ഫിഫ്ത്ത് റെക്കോർഡ് അപ്പം എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് ഞാനൊന്നും തുടങ്ങിയിരുന്നില്ല, ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു മാം. നമ്മൾ എടുത്തു വെച്ചത് തേർഡ് ആണ്, മീൻസ് അടുത്ത റെക്കോർഡാണെങ്കിലും പറഞ്ഞു വന്നത് ഫിഫ്ത്ത് റെക്കോർഡിലേക്കായിരുന്നു. അപ്പൊ എല്ലാവരും അതൊന്ന് കോപ്പി ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.